സീറ്റ് നിഷേധിച്ചതിനെ സംബന്ധിച്ചിടത്തോളം BJP RSSൽ ഇങ്ങനെ നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യാ ഭീഷണിയും ജീവന ഭീഷണിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നെടുമങ്ങാട് BJP പ്രവർത്തക ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് മാധ്യമങ്ങളോട് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അവരുടെ തന്നെ വാക്കിലൂടെ അത് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ വ്യക്തിഹത്യ ചെയ്യുന്നു, അതുപോലെ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല, ജീവന് തന്നെ ഭീഷണിയാണ്. അപ്പോ ഈ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക, അഭിപ്രായം പറഞ്ഞാൽ അവരെ എല്ലാ നിലയിലും അവരെ വകവരുത്തുന്നു എന്നുള്ള നിലയിൽ ഉള്ള ഭീഷണിപ്പെടുത്തുക, സമൂഹത്തിൽ അപമാനിക്കുക, ഇതൊക്കെ ആയി RSSന്റെ മുഖമുദ്രയായി മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. വർഷങ്ങളായി RSSലും BJPയിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ മാറ്റി വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി മഹാഭൂരിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത്. അതിന്റെ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. തികച്ചും ഇത് ജനങ്ങൾ ഇത് തിരിച്ചറിയും. തിരുവനന്തപുരം നഗരസഭയിൽ ജനങ്ങൾ വളരെ സജീവമായി തന്നെ ഈ പ്രശ്നം ചർച്ച ചെയ്യുകയാണ്. കാരണം ഇതെല്ലാം നേരിട്ട് കാണുന്നവരാണ്, നേരിട്ട് അറിയുന്നവരാണ്, നേരിട്ട് മനസ്സിലാക്കുന്നവരാണ്. ഈ നമ്മുടെ ഇന്നിപ്പോ ആത്മഹത്യ ചെയ്ത ആനന്ദിന്റെ ഈ കത്തിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വിപുലമായി പരിശോധിക്കും. കാരണം ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് പൊതുവിൽ അറിയപ്പെടുന്ന കാര്യം. അപ്പൊ ആരൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയത്? ജില്ലാ നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? സംസ്ഥാന നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ കാര്യം വളരെ വിപുലമായും വിശദമായും പോലീസ് അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഈ നിലയിലുള്ള സാംസ്കാരിക ശൂന്യവും ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായിട്ടുള്ള ഈ ഇത്തരം ഇടപെടൽ അത് RSS BJPക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഏത് പാർട്ടിയിൽപ്പെട്ടവർക്ക് നേരിടുന്ന അനുഭവമായിരുന്നാലും അത് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.